അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും ത്യാഗോജ്ജലമായ സ്മരണകൾ ഉയർത്തിക്കൊണ്ട് ഒരു ഹജ്ജും ബലിപെരുന്നാളും കൂടി വന്നിരിക്കുന്നു. ബലിപെരുന്നാൾ ആത്മാവിന്റെ ആഘോഷമാണ്. ആത്മീയതയാണ് അതിന്റെ അടിയാധാരം. ആത്മീയതയില്ലാത്ത ആഘോഷങ്ങളെല്ലാം ഭൗതിക പരിസരങ്ങളിൽ തിളങ്ങിയാണ്. എന്നാൽ ആത്മാവിലെറിയുന്ന ആഘോഷങ്ങളെല്ലാം ആത്മീയതയാൽ സമ്പന്നമാണ്. ആഘോഷങ്ങൾ ആരാധനയാണെന്ന് മതം പഠിപ്പിക്കുന്നു. ഓരോ ആഘോഷങ്ങളിലും അതിന്റെ മണവും മുന്നേ നാം അറിയുന്നു. ശബ്ദഘോഷങ്ങളും വർണ്ണപ്പൊലിമകളും ഇല്ലാതെ നാം അതിനെ മനസ്സിൽ സ്വീകരിക്കുന്നത് അതിന്റെ ആത്മീയ നിയന്ത്രണം കൊണ്ടാണ്. വിശ്വാസത്തിന്റെ പിൻബലത്തിലും ഭൗതിക ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും വിജയങ്ങൾ മുന്നേറാൻ ക്ഷമയും സാഹോദര്യം അനിവാര്യമാണ്. വിശുദ്ധ ഹജ്ജിനായി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഒരുമിച്ച് കൂടുകയും സൗഹൃദത്തിലും സ്നേഹത്തിലും ഒരുമിച്ച് കൂടുകയും വിരിയുകയും ചെയ്യുന്നുണ്ട്. ബക്രീദ് ആഘോഷങ്ങൾ 3 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. 1. തനിക്കുള്ളത് ഉപേക്ഷിക്കുക. 2. തനിക്കുള്ളത് സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും നൽകുക. 3. പാവപ്പെട്ടവർക്ക് ദാനം നൽകുക. ഈ 3 ഘട്ടങ്ങളിലായാണ് നാം ബലിപെരുന്നാൾ അനുഷ്ഠിക്കുന്നത്. ബലിപെരുന്നാളിന്റെ ഓളങ്ങൾ ഒഴുകിത്തീരുന്നത് ചരിത്രത്തിന്റെ വിപ്ലവ രീതിയിലേക്കാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും പത്നി ഹാജറയും മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിലെ അടരുകളാണ് ബലിപെരുന്നാളിനെ ഹൃദയഹാരിയാക്കിയിരിക്കുന്നത്. കേവലം മുന്നേറ്റമായി മാത്രം അത് ഒതുങ്ങിയില്ല. ഒരു സന്ദേശം പോലെ ലോകമെമ്പാടും അത് ഏറ്റുപിടിച്ച് ചരിത്രം അത് ഏറ്റുപിടിച്ചു. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിദ്രയിൽ ലയിച്ചിരിക്കുകയായിരുന്നു. തദവസരം ഒരു ദൂതൻ അദ്ദേഹത്തിന് അടുത്തുവന്ന് പറഞ്ഞു, "ഓ ഇബ്രാഹിം, നിന്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ബലിയർപ്പിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു." ബിസ്മി ചൊല്ലി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിളങ്ങിയ മൂർച്ചയേറിയ വാളുമായി തന്റെ മകന്റെ കണ്ടത്തിലേക്ക് നോക്കി. ആകാശത്തെ മലക്കുകൾ ഭയവിഹ്വലരായി. ഭൂമിയിലെ പക്ഷി പറവാദികൾ വാഹിച്ചു കരഞ്ഞു. അവസാനം അള്ളാഹു പറഞ്ഞു, "ഓ ഇബ്രാഹിം, മതി, നിർത്തുക. താങ്കളുടെ സ്വപ്നം സത്യമായി പൂർത്തീകരിച്ചിരിക്കുക. ഇനി മതിന് പകരം ആടിനെ അടക്കുക." ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിജയത്തെ അറിയിക്കാൻ സ്വർഗത്തിൽ നിന്ന് ആടുമായി ജിബ്രീൽ അലൈഹിസ്സലാമിന് താഴ്വരയിലെത്തി. ആ മഹാനായ വ്യക്തി മകന് പകരം ആടിനെ അറക്കുകയും ചെയ്തു. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് നാം ഇന്ന് ബലികർമ്മം നടത്തുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഖലീലുല്ലാഹ് എന്ന പേര് വീഴുകയും ചെയ്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഇബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഇബ്രാഹിമിനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിക്കുകയും അദ്ദേഹം നിറവേറ്റുകയും ചെയ്ത കാര്യം നിങ്ങൾ അനുസ്മരിക്കുക. അള്ളാഹു അപ്പോൾ അദ്ദേഹത്തോട് പറയുന്നു, "ഞാൻ നിന്നെ ജനങ്ങൾക്ക് നേതാവാക്കുകയാണ്." വിശ്വാസത്തിലും ആദർശനിഷ്ഠയിലും അള്ളാഹുവിനോടുള്ള കൂറിലും ഏകദൈവ വിശ്വാസത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നബിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നാം മനുഷ്യർക്ക് ഒരു മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖുർആനിൽ പറയുന്നുണ്ട്, ശുദ്ധ മനസ്സനായ ഇബ്രാഹിമിനെ നിങ്ങൾ പിന്തുടരുക. കാരണം അദ്ദേഹം ബഹുദൈവ ആരാധകരുടെ കൂട്ടത്തിലുള്ള ആളായിരുന്നില്ല. വർഷങ്ങൾക്കപ്പുറത്തെ ഓർമ്മകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയാണ് നാം ബലിപെരുന്നാളിലൂടെ നാം ചെയ്യുന്നത്. കഥയിലും ചിത്രത്തിലും ഒതുങ്ങേണ്ടതല്ല, വായനയിലൂടെ ആത്മാവിന്റെ തീരങ്ങളിലേക്ക് കോടിയിടപ്പെടേണ്ടതാണ്. ചരിത്രം കേവലം കാലത്തിന്റെ പ്രതികരണങ്ങളല്ല, മറിച്ച് വരും കാലത്തിന്റെ കെടാവിളക്കാണ്. അർപ്പണബോധത്തിന്റെയും ത്യാഗസന്നദ്ധതയുടെയും വിജയാരവങ്ങളാണ് ബലിപെരുന്നാൾ. ദിനരാത്രികളിൽ തക്ബീർ മുഴങ്ങട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഏവർക്കും ഷാഫിയുടെ ബലിപെരുന്നാൾ ആശംസകൾ. അസ്സലാമു അലൈക്കും.